എല്ലാവർക്കും വിഷു ആശംസകൾ. ഇപ്രാവശ്യം ചിക്കുവാണ് എന്നെ വന്ന് കണ്ണു പൊത്തിയിട്ട് വിഷു കണി കാണിക്കാനായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ താണ്ടെ നമ്മൾ രാവിലെ വിഷു കണി കാണുക, നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇന്നത്തെ ദിവസം തുടങ്ങാം. കഴിഞ്ഞ പ്രാവശ്യം വരെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലായിരുന്നു വിഷു കണി കണ്ടത്. അപ്പം ഇപ്രാവശ്യം നമ്മുടെ പുതിയ വീട്ടിലാണ് ആദ്യത്തെ വിഷു കേട്ടോ, പുതിയ വീട്ടിലെ. അപ്പോൾ ഞാൻ ഇന്നലെ വൈകിട്ട് പോയി എല്ലാ സാധനങ്ങളും മേടിച്ച്, പക്ഷേ കണിക്കൊന്ന മാത്രം കിട്ടിയില്ല. കാരണം നേരത്തെ കണിക്കൊന്ന പിടിച്ച് എല്ലാം പൊഴിഞ്ഞു പോയി എല്ലായിടവും. അപ്പോൾ കണിക്കൊന്ന ഇല്ല. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ കണിക്കൊന്ന വിളക്കിൻ്റെ മുമ്പിൽ വെക്കുമായിരുന്നു. ഇപ്രാവശ്യം ഞാൻ പ്ലാസ്റ്റിക്കും മേടിച്ചുകൊണ്ടാണ് പോരുന്നത്. ഇതിന് ഭയങ്കര വിഷമമായിരുന്നു. വീട്ടിൽ വന്നിട്ട് സൈജേൻ്റെ അടുത്ത് പറഞ്ഞ് കണിക്കൊന്ന എവിടെന്നെങ്കിലും ഒപ്പിച്ചുകൊണ്ട് പോയോ, കണിക്കൊന്ന കിട്ടിയില്ല. അപ്പോൾ സൈജന പറഞ്ഞ് കിട്ടാതിപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ വൈകുന്നേരത്ത് വീണ്ടും ഞാനൊന്ന് വൈകുന്നേരത്ത് ഇറങ്ങിയപ്പം അമ്മ കുറച്ച് കണിക്കൊന്ന പൂ മേടിച്ചിട്ട് എനിക്ക് തന്ന് ഭയങ്കര സന്തോഷമായി. അത് കുറച്ചല്ല, ഇച്ചിരി തോനെ ഉണ്ടായിരുന്നു. ഒരിച്ചിരി കണിക്കൊന്നയ്ക്കാണ് ഞാൻ കൊതിച്ചത്, പക്ഷേ ഒത്തിരി കണിക്കൊന്നപ്പൂ എനിക്ക് കിട്ടി. ചിക്കു രാവിലെ കുളിച്ചൊരുങ്ങി ആനന്ദവല്ലീശ്വരത്ത് അമ്പലത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ കാപ്പി കുടിക്കാനായിട്ട് ഞാൻ സൈചേട്ടന് മാത്രമേ ഉള്ളൂ. നമുക്ക് ദോശയും ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സൈചേട്ടൻ എന്നിട്ട് ജോലിക്ക് പോകണം, ഉച്ചവരെ ജോലിയുണ്ട്. അടുക്കളയിൽ നിൽക്കാൻ പറ്റാത്ത ചൂടാണ്, ഭയങ്കര ചൂടാണ്. നമ്മൾ വൈകുന്നേരത്തെ ജോലി ഒതുക്കി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ട്. രാവിലെ അടുക്കളയിൽ കയറാൻ നിൽക്കുവാണെങ്കിൽ തീർന്ന്. അപ്പോൾ ഇന്നത്തെ വിഷുവിൻ്റെ ഊണിതാ. ഞാൻ ഒരുപാടൊന്നും ഒരുക്കിയില്ല. പരിപ്പും പപ്പടവും പിന്നെ തോരനും അച്ചാറും ഒക്കെ ആയിട്ട്. ചിക്കു മാത്രമേ ഉള്ളൂ കഴിക്കാൻ. ഞാൻ അമ്പലത്തിലോട്ട് പോവുക കേട്ടോ. ഞാൻ ഉടുത്തേക്കുന്ന സാരി കണ്ടോ, ഇത് തുണി മുറിച്ച് മേടിച്ചതാണ് കേട്ടോ. ഇതിപ്പോഴല്ല, 1 വർഷം മുമ്പേ മേടിച്ച് ഇഷ്ടപ്പെട്ടപ്പോൾ മുറിച്ച് മേടിച്ച് വെച്ചിരുന്നു. ഞാൻ ഉടുത്തിട്ടില്ല. ഇനി നമുക്ക് അമ്പലത്തിനകത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ. കുറേ സമയം അമ്പലത്തിനകത്ത് നിന്ന് ഇതൊക്കെ കണ്ടിട്ട് അപ്പോൾ ദാണ്ടെ 3-4 അമ്മമാർ ചുറ്റുവിളക്ക് കത്തിക്കുന്നു. അപ്പോൾ ഞാനും ചുറ്റുവിളക്ക് കത്തിക്കാനായിട്ട് അവരുടെ ഒപ്പം കൂടി. കഴിഞ്ഞ വർഷം ഞാൻ ഒരു ദിവസത്തെ ചുറ്റുവിളക്ക് നേർച്ചയായിട്ട് നടത്തിയായിരുന്നു. അപ്പം പിന്നെ എനിക്ക് എന്തോ കഴിഞ്ഞ പ്രാവശ്യം കണ്ണൻ്റെ മുമ്പിൽ നിന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയതാ ഞാനും ഒരു ദിവസത്തെ ചുറ്റുവിളക്ക് കത്തിച്ചേക്കാം എന്ന്. അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ അതുപോലെ ചെയ്തായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുണ്ടായിരുന്നു തൊഴാനായിട്ട്. പക്ഷേ കണ്ണനെ കണ്ട് നല്ല വൃത്തിയായിട്ട് തൊഴുത് പ്രാർത്ഥിച്ച് കുറേ സമയം അവിടെ അമ്പലത്തിലിരുന്ന് അതൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണാം സ്റ്റേജിൽ നല്ല അടിപൊളി പരിപാടി കേട്ടോ.
അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഉളിയക്കോവിൽ അമ്പലത്തിൽ കയറി തൊഴുതിട്ടാണ് വീട്ടിൽ പോയത്. അപ്പം വിഷു രാവിലെ കണി കണ്ട് വൈകിട്ട് വരെയുള്ള എൻ്റെ ഒരു ദിവസമാണ് ഈ കാണിച്ചേക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വിശേഷമായിട്ട് വരാം. ബൈ.